അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിവിധ തലങ്ങളിൽ നടന്ന മുന്നേറ്റങ്ങളിലും ചിന്തകളിലും പങ്കുവഹിച്ചവരുടെ ഒത്തുചേരൽ മാർച്ച് 2-ന് വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഡെമോക്രാറ്റിക് ഡയലോഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിവിധ തലങ്ങളിൽ നടന്ന മുന്നേറ്റങ്ങളിലും ചിന്തകളിലും പങ്കുവഹിച്ചവരുടെ ഒത്തുചേരൽ മാർച്ച് 2-ന് വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കും. പരിപാടി അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിനത്തിൽ ഇരുട്ടു പടരുമ്പോൾ ചരിത്ര വെളിച്ചങ്ങൾ എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത്. പ്രശാന്ത് ഭൂഷൺ, തമ്പാൻ തോമസ്, JNU ചെയർപേഴ്സൺ അദിതി, അടിയന്തരാവസ്ഥയിലെ പീഡിതരായ A. വാസു, അജിത, K. വേണു, KN രാമചന്ദ്രൻ, സുലോചന, ഉണ്ണിച്ചക്കൻ, മുരളി കണ്ണമ്പള്ളി, കരിങ്കൽക്കുഴി കൃഷ്ണൻ, എബ്രഹാം മാനുവൽ, VP ഭാസ്കരൻ, നാണു കീഴൽ, PT തോമസ്, മുണ്ടൂർ രാമുണ്ണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ അടിയന്തരാവസ്ഥയുടെ അനുഭവം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ കേരളത്തിൽ ചർച്ച ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നത് രാജൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആയിരുന്നു. രാജൻ RDC വിദ്യാർത്ഥിയായിരുന്ന രാജൻ അപ്രത്യക്ഷമാകുന്നു. രാജനെ ഉരുട്ടിക്കൊന്നതാണ്. നിരവധി പേരെ കേരളത്തിൽ ഉരുട്ടിക്കൊന്നിട്ടുണ്ട്. നിരവധി പേരെ ഉരുട്ടലിന് വിധേയമായിട്ടുണ്ട്. മരിക്കാതെ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ അന്ന് നിലനിൽക്കുന്ന അടിയന്തരാവസ്ഥ കാലത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്ന മുഴുവൻ ആളുകളെയും ലോക്കപ്പിലാക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിരുന്ന കാലഘട്ടം. അപ്പോൾ മാർച്ച് 2 എന്ന് പറയുന്നത് രാജൻ്റെ രക്തസാക്ഷി ദിനമാണ്. രാജൻ കേരളത്തിൽ 1977 ശേഷമാണ് രാജൻ എവിടെയെന്നുള്ള ചോദ്യവുമായി അടിയന്തരാവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ സമൂഹത്തിൽ എത്തുന്നത് ഈ രാജൻ്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം മറ്റ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള അനുഭവങ്ങളായിരുന്നില്ല കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാർച്ച് 2-ന് തന്നെ ആണ് ഈ പരിപാടി നടത്തേണ്ടതെന്നുള്ളൊരു തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെടുത്തത്. അപ്പോൾ മാർച്ച് 2 തിങ്കളാഴ്ച ആണ് അടിയന്തരാവസ്ഥ 50 ഇരുട്ട് പടരുമ്പോൾ ചരിത്ര വെളിച്ചങ്ങൾ എന്ന ടൈറ്റിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതിനകത്ത് ആദ്യകാല പോരാളികളുടെ സംഗമം ആദ്യത്തെ സെഷൻ രാവിലെ മുതൽ ഉച്ച വരെ. അത് കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപക്ഷെ ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ തന്നെയുള്ള പ്രതികരണങ്ങൾ എടുക്കുകയും 2-3 വർഷക്കാലം ജയിലിൽ കിടക്കുകയും പീഡനത്തിന് ഇരയാകുകയും ചെയ്ത നിരവധി പേരുണ്ട്. അവരൊക്കെ തന്നെ വടകരയിലെത്തും. അത് അവരുടെ അനുഭവങ്ങൾ അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പെട്ട ആളുകളാണ്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒന്നും തന്നെ പ്രതിനിധികളായിട്ട് വരുന്ന ആളുകളല്ല. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ പലതരത്തിലും ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ റെസ്പോൺസിന് എതിരായിട്ടുള്ള അതിന് അവരെ പീഡനത്തിന് വിധേയമാകുകയും ഉരുട്ടലിന് വിധേയമാക്കുകയും ചെയ്ത ആളുകളാണ്. അവരൊക്കെ തന്നെ ഈ സോഷ്യലിസ്റ്റ് നേതാക്കൾ അതിനകത്തുണ്ട്, ML നേതാക്കളുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്ത ധാരയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ പരിപാടി പങ്കെടുക്കുന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.